ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മിക്സറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു മിക്സറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അവിൽ മിക്സർ. ഇതിനു വേണ്ടി നമ്മൾ ഒരു 3 കപ്പ് വളരെ നൈസായിട്ടുള്ള അവിലെടുത്തിട്ടുണ്ട്. ഇതേമാതിരി തീരെ കന കുറഞ്ഞ മിക്സറാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് നിലക്കടല, 1/2 കപ്പ് പൊട്ടുകടല, 2 ടീസ്പൂൺ നാളികേരം സ്ലൈസ് ചെയ്ത്, 2 ടീസ്പൂൺ കാഷ്യൂ നട്ട്സ്, 2 ടീസ്പൂൺ ഉണക്കമുന്തിരി ഇത്ര എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിരുന്നു. ചൂടാകുമ്പോൾ നമുക്ക് അവിലിട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇത് നന്നായി നമുക്കൊന്ന് ആദ്യം വറുത്തെടുക്കാം. തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫ്ലെയിം എപ്പോഴും വളരെ ചെറിയ ഫ്ലെയിമിലായിട്ടാണ്. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർക്കാം. പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം. ഇപ്പോൾ 2 നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് നാളികേരം സ്ലൈസ് ചെയ്തതിൽ ചേർക്കാം. ഇത് പച്ചത്തേങ്ങയാണ്. ഇതിന് പകരം നമുക്ക് കൊട്ടത്തേങ്ങ സ്ലൈസ് ചെയ്ത് എടുത്താലും മതി. നാളികേരം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് നിലക്കടല വറുത്ത് കോരാം. നിലക്കടല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. പൊട്ടുകടല നമ്മളിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ചീരം ചേർക്കുന്നുണ്ട്. ഇത് നന്നായി വറുത്തെടുക്കാം. പെരിഞ്ചീരം ചേർക്കുന്ന നമ്മൾ മിക്സറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ അവിലേക്ക് ഇട്ട് കൊടുക്കാം. നിലക്കടല ചേർക്കാം, പൊട്ടുകടല ചേർക്കാം, നാളികേരം വറുത്ത ചേർക്കാം, കാഷ്യൂ നട്ട്സ് മുന്തിരി വറുത്ത ചേർക്കാം. പൊടികളെല്ലാം എണ്ണയോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം.
രണ്ട് സൈഡിൽ നിന്നും ഓരോ സ്പൂൺ കൊണ്ട് ഇതേമാതിരി ഇളക്കി മിക്സ് ചെയ്തതിന് പെട്ടെന്ന് മിക്സിങ് ആയി കിട്ടും. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചതാണ്, നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയതാണ്, ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള എരിവും അതുപോലെ മധുരമുള്ള വളരെ ക്രിസ്പി ആയിട്ടുള്ള മിക്സർ കൂടെ തയ്യാറായി. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.